ടെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഏരിയ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ടെസ്റ്റ് പ്രോസസ് എന്ന് പറയുന്ന ഏരിയ ആണ് നോക്കാനുള്ളത്. അതിനുശേഷം നമുക്ക് ടെസ്റ്റ് റിപ്പോർട്ടിങ്, പിന്നെ അതിൻ്റെ ബെസ്റ്റ് പ്രാക്ടീസസ്, ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യാനായിട്ടുണ്ട്. അപ്പം നമുക്കിനി ടെസ്റ്റ് പ്രോസസ് എന്താണെന്ന് നോക്കാം. അപ്പം അതിൽ നമുക്ക് 9ഓളം സ്റ്റെപ്പുകളുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നും എന്തെന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ് പുട്ടിങ് ടുഗദർ ആൻഡ് ബേസ് ലൈനിങ് എ ടെസ്റ്റ് പ്ലാൻ എന്നത് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഫസ്റ്റ് പുട്ടിങ് ടുഗദർ ആൻഡ് ബേസ് ലൈനിങ് എ ടെസ്റ്റ് പ്ലാൻ. അപ്പൊ സാധാരണ ഒരു ടെസ്റ്റ് പ്ലാൻ ഒക്കെ സാധാരണ ഉണ്ടാകുക ഒരു ടെസ്റ്റ് പ്ലാൻ ടെംപ്ലേറ്റിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഒരു ടെസ്റ്റ് പ്ലാൻ ഉണ്ടായിരിക്കുക. ഇവിടെ കാണുന്നില്ലേ, ഒരു എക്സാമ്പിൾ ആണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു എക്സാമ്പിൾ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിലുണ്ടാവും ഇങ്ങനെ ഡീറ്റെയിൽ ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, റെഫറൻസ്, ടെസ്റ്റ് മെത്തോഡോളജീസ്, ടെസ്റ്റ് ക്രൈറ്റീരിയ, അതുപോലെ അസംഷൻസ്, ഇങ്ങനെയുള്ള എസ്റ്റിമേഷൻ, അങ്ങനെ ഒരുപാട് ഒരു ചട്ടക്കൂട് നിനക്ക് ഒരു ടെംപ്ലേറ്റ് അവിടെ നമുക്ക് ഉണ്ടാവും. ഈ ടെംപ്ലേറ്റിനെ ബേസ് ചെയ്ത് കൊണ്ടായിരിക്കുന്നുണ്ടാവുക ഒരു ടെസ്റ്റ് പ്ലാന് സാധാരണ ഒരു ഓർഗനൈസേഷന്റെ കയ്യിൽ ഉണ്ടായിരിക്കാം. അപ്പം ഇങ്ങനെയുള്ള ഒരു ടെംപ്ലേറ്റ്, ഇങ്ങനെയുള്ളൊരു ചട്ടക്കൂടിന്, ഇങ്ങനെയുള്ള ടെംപ്ലേറ്റിന് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്തരം ചേഞ്ചസുകൾ വരുത്താൻ പറ്റൂ. അല്ലാതെ അതിലുള്ള ഡെവലപ്മെന്റ് ടീമിൽ ഒരാൾ പെർട്ടിക്കുലർ വ്യക്തിക്ക് ഒരു ടെസ്റ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ടെസ്റ്റിംഗ് ടെംപ്ലേറ്റിൽ പെട്ടെന്ന് കാര്യം ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അപ്രൂവൽ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആൾക്കാരുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ടെംപ്ലേറ്റുകളിൽ ഓർഗനൈസേഷൻ ചേഞ്ചസ് വരുത്തുന്നുണ്ടാവുള്ളൂ. ദ ടെസ്റ്റ് പ്ലാൻ ഈസ് റിവ്യൂഡ് ബൈ എ ഡെസിഗ്നേറ്റഡ് ടെസ്റ്റ് ഓഫ് കമ്പോണന്റ് പീപ്പിൾ ഇൻ എൻ ഓർഗനൈസേഷൻ, then is approved by a competent authority who is independent of the project manager, directly responsible for testing. അപ്പം നമ്മുടെ ഈ ഒരു ടെസ്റ്റ് പ്ലാനുകൾ റിവ്യൂ ചെയ്യുക ഒരു ഓർഗനൈസേഷനിലെ ഓർഗനൈസേഷനിലെ ഡെസിഗ്നേറ്റഡ് പീപ്പിൾ ആയിരിക്കും ഉണ്ടാവുക ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ടെസ്റ്റ് പ്ലാനുകൾ റിവ്യൂ ചെയ്യുന്നുണ്ടാവുക. ഇനി ഈ റിവ്യൂവിന് ശേഷം അപ്രൂവൽ ആണല്ലേ, അപ്പം ഈ റിവ്യൂവിന് ശേഷം അത് അപ്രൂവ് ചെയ്യുക നമ്മുടെ കമ്പോണന്റ് അതോറിറ്റി ആയിരിക്കും. അപ്രൂവ് ചെയ്യുന്നത് കമ്പോണന്റ് അതോറിറ്റി. ഈ ഒരു അപ്രൂവലിന് ശേഷം ബന്ധപ്പെട്ട ഇൻഫർമേഷൻ എവിടത്തേക്ക് ചെയ്യണം, നമ്മുടെ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് റെപ്പോസിറ്ററി ആയിട്ട് എന്ത് ചെയ്യണം, ഒന്ന് ബന്ധപ്പെടുത്തുന്നുണ്ടായിട്ടുണ്ട്. ഈ ഒരു കഴിഞ്ഞാൽ, ഈ ഒരു അപ്രൂവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ ഒരു കോൺഫിഗറേഷൻ മാനേജ്മെന്റിൽ ബേസ് ലൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ബേസ് ലൈൻ ടെസ്റ്റ് പ്ലാൻ ആയിരിക്കും നമ്മുടെ ഈ ടെസ്റ്റ് പ്രോജക്റ്റിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ടെസ്റ്റ് പ്രോജക്റ്റിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ചേഞ്ചസുകൾ ഉണ്ടായാൽ അത് ടെസ്റ്റ് പ്ലാനിലും അതേപോലെ തന്നെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ മാനേജ്മെന്റ് റെപ്പോസിറ്ററിയിലും കാണേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു പ്രൊജക്റ്റിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ചേഞ്ചസ് വരുമ്പോൾ അതെന്ത് ചെയ്യണം, നമ്മുടെ ടെസ്റ്റ് പ്ലാനിലും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ മാനേജ്മെന്റ് റെപ്പോസിറ്ററിയിലും കാണണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്. രണ്ടാമത്തതാണ് ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എ ടെസ്റ്റ് ടീം ഡിസൈൻ എ ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷൻ വിച്ച് ദെൻ ബിക്കം ദി ബേസിക്സ് ഫോർ പ്രിപ്പയറിംഗ് ഇൻഡിവിജ്വൽ ടെസ്റ്റ് കേസസ്. A test case is nothing but a series of steps executed on a product using predefined set of input data expected to produce a predefined set of outputs in a given environment. ടെസ്റ്റ് കേസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും, ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. ഈ ഒരു ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷൻ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷന്റെ ബേസിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നുണ്ടാവുക, ടെസ്റ്റ് കേസുകൾ ഉണ്ടാക്കുന്നുണ്ടാവുക. അപ്പൊ ടെസ്റ്റ് കേസ് എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പ്രീ ഡിഫൈൻഡ് സെറ്റ് ഓഫ് ഇൻപുട്ട് ഉണ്ടാവും അല്ലെ. ടെസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ പ്രീ ഡിഫൈൻഡ് സെറ്റ് ഓഫ് ഇൻപുട്ട് ഡാറ്റ ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടും ഉണ്ടാവും. ഇത് രണ്ടും വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഗിവൺ എൻവറോൺമെന്റിൽ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ മുകളിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സീരീസ് ഓഫ് സ്റ്റെപ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു ടെസ്റ്റ് കേസ് എന്ന് പറയുക. നമ്മുടെ കയ്യിൽ പ്രീഡിഫൈൻഡ് ഇൻപുട്ട് ഉണ്ടാവും, അതുപോലെ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ഉണ്ടാവും. ഇത് രണ്ടും വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ഗിവൺ എൻവറോൺമെന്റ് പറയുമ്പോൾ നമ്മൾ എൻവറോൺമെന്റ് സെറ്റപ്പ് ഒക്കെ ചെയ്യും. OS ഇന്ന OS ഇന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു എൻവറോൺമെന്റ് സെറ്റപ്പ്. അങ്ങനെയുള്ള എൻവറോൺമെന്റ് സെറ്റപ്പിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള പ്രീ ഡിഫൈൻഡ് ഇൻപുട്ട് ഡാറ്റയും അതുപോലെ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടും
ഔട്ട്പുട്ട് ഡാറ്റയും വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു പ്രൊഡക്റ്റിന്റെ മുകളിൽ നടത്തുന്ന സീരീസ് ഓഫ് സ്റ്റെപ്സ്. ആ സ്റ്റെപ്സിനെയാണ് നമ്മൾ ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ടെസ്റ്റ് കേസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്, ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷനിൽ ഇവിടെ താഴെ പറയുന്ന കാര്യങ്ങൾ ക്ലിയർലി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. താഴെ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, എട്ടോളം കാര്യങ്ങളുണ്ട്. അത് എന്തായിരിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷൻ കൊണ്ട് അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം ഈ ഒരു ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷനിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെന്ന് പറയുന്നത് പർപ്പസ് ഓഫ് ദി ടെസ്റ്റ്, അതായത് നമ്മുടെ ടെസ്റ്റിന്റെ പർപ്പസ് എന്താണ്. അതുപോലെ രണ്ടാമത്തത് ഐറ്റം ബീങ് ടെസ്റ്റഡ് അലോങ് വിത്ത് ദർ വേർഷൻ റിലീസ് നമ്പർ ആസ് അപ്രോപ്രിയേറ്റ്. എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യുന്ന വേർഷന് കൃത്യമായിട്ടുള്ള വേർഷൻ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അതും ക്ലാരിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം, നമ്മുടെ ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതേപോലെ എൻവയോൺമെന്റ് ദാറ്റ് നീഡ് ടു ബി സെറ്റപ്പ് ഫോർ റണ്ണിങ് ദ ടെസ്റ്റ് കേസ്, അതായത് നമ്മുടെ ടെസ്റ്റ് കേസ് റൺ ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് സെറ്റപ്പിന്റെ ഡീറ്റെയിൽസ് കൂടെ ഇതിലുണ്ടായിരിക്കണം, നമ്മുടെ ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇനി നാലാമത്തത് ഇൻപുട്ട് ഡാറ്റ ടു ബി യൂസ്ഡ് ഫോർ ദി ടെസ്റ്റ് കേസ്. ടെസ്റ്റ് കേസിന് ഉപയോഗിക്കേണ്ട ഇൻപുട്ട് ഡാറ്റ എന്തൊക്കെയാണ്, അക്കാര്യം കൂടെ ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷനിൽ പറയണം. അഞ്ചാമത്തത് സ്റ്റെപ്പ് ടു ബി ഫോളോഡ് ടു എക്സിക്യൂട്ട് ദി ടെസ്റ്റ് കേസ്. ആ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകളുടെ ഡീറ്റെയിൽ, ആ കാര്യം കൂടെ നമ്മുടെ ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷനിൽ ക്ലാരിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുപോലെ ഇത് എക്സ്പെക്ടഡ് റിസൾട്ട് ദാറ്റ് ആർ കൺസിഡർഡ് ടു ബി കറക്റ്റ് റിസൾട്ട്. അതുപോലെ എന്ത് ചെയ്യണം, നമുക്ക് ഇൻപുട്ട് ഡാറ്റയുണ്ട്, അതുപോലെ ഒരു എക്സ്പെക്ടഡ് റിസൾട്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ ഒരു എക്സ്പെക്ടഡ് റിസൾട്ടിന്റെ കാര്യം കൂടെ അതിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എക്സ്പെക്ടഡ് റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്, കൺസിഡർഡ് ടു ബി കറക്റ്റ് റിസൾട്ട്. കറക്റ്റ് റിസൾട്ട് ആണെന്നുള്ള അസംഷനോട് കൂടിയാണുള്ള കാര്യങ്ങളാണ് എക്സ്പെക്ടഡ് റിസൾട്ട് എന്ന് പറയുന്നത്. അത് തെറ്റാം എങ്കിൽ കൂടിയും നമ്മൾ എന്ത് എക്സെപ്ഷൻ മുന്നോട്ട് വെച്ചിട്ടാണ് അതിനെ സമീപിക്കുക, ഒരു കറക്റ്റ് റിസൾട്ട് ആയിരിക്കും എന്ന തരത്തിലായിരിക്കും എക്സ്പെക്ടഡ് റിസൾട്ടിനെ കാണുന്നുണ്ടാവും. ഇനി ഏഴാമത്തത് എ സ്റ്റെപ്പ് ടു കമ്പയർ ദി ആക്ച്വൽ റിസൾട്ട് പ്രൊഡ്യൂസ്ഡ് വിത്ത് ദി എക്സ്പെക്ടഡ് റിസൾട്ട്. നമ്മുടെ ആക്ച്വൽ റിസൾട്ടും എക്സ്പെക്ടഡ് റിസൾട്ടും തമ്മിൽ ചിലപ്പോൾ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പൊ രണ്ടും കമ്പയർ ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് കൂടെ അതിൽ കൃത്യമായിട്ട് പറയണം, ഇതിൽ നമ്മുടെ ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷനിൽ പറയണം. എട്ടാമത്തത് ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദിസ് ടെസ്റ്റ് ആൻഡ് ദെയർ അതർ ടെസ്റ്റ്, അതായത് നമ്മുടെ ഈ ഒരു ടെസ്റ്റും മറ്റു ടെസ്റ്റുമായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ട്, ആ കാര്യം കൂടെ ഈ ഒരു ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷനിൽ പറയണം. ഇത്രയും ക്ലിയർലി ഐഡന്റിഫൈ ആയിട്ടുള്ള സാധനമായിരിക്കും നമ്മുടെ ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷൻ ആയിരിക്കും നമ്മുടെ ടെസ്റ്റ് കേസിന്റെ ബേസിക്സ് എന്ന് പറയുന്നത്. എന്തുണ്ടാവുന്ന പറഞ്ഞു, നമ്മുടെ കയ്യിൽ ഇൻപുട്ടുകൾ ഉണ്ടാവുന്ന പറഞ്ഞില്ല, ഇൻപുട്ട് ഡാറ്റാസ് ഉണ്ടാവുന്ന പറഞ്ഞു. അപ്പം ഈ ഒരു ഇൻപുട്ടുകൾ എങ്ങനെ ഇൻപുട്ടുകൾ ഉണ്ടാവുക, നമ്മുടെ ഓരോ ടെസ്റ്റ് കേസുകളും ഫോളോ ചെയ്യുന്ന ടെക്നിക്കുകളെ സംബന്ധിച്ചായിരിക്കും. നമ്മൾ എടുക്കുന്ന ഇൻപുട്ട് ഡാറ്റാസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്, നമ്മൾ ഏത് ടെക്നിക്കാണോ ഫോളോ ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ആയിരിക്കും. അതായത് ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ് ആണെങ്കിൽ, നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ടെക്നിക്ക്, നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ ഇൻപുട്ടുകളെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഓരോ ഇക്വലൻസ് ക്ലാസ്സിനെയും റെപ്രസെന്റ് ചെയ്യുന്ന തരത്തിൽ ഓരോ ഇൻപുട്ടുകൾ ഓരോ ഇക്വലൻസ് ക്ലാസ്സുകളിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുക. അപ്പം ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ് ആണെങ്കിൽ എന്ത് ചെയ്യും, ആ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇൻപുട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഏതാണോ അതിനെ ഡിപ്പെൻഡ് ആയിരിക്കും നമ്മുടെ ഇൻപുട്ടുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ, ഏത് ടെക്നിക്കാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ആയിരിക്കും. ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ് ആണെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ആയിരിക്കും ഇൻപുട്ടുകൾ. നമ്മളിപ്പോൾ ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ് അല്ല, നമ്മൾ ഫോളോ ചെയ്യുന്ന ടെക്നിക്ക് ബൗണ്ടറി വാല്യൂ അനാലിസിസ് ആണെങ്കിൽ നമ്മൾ ബൗണ്ടറി വാല്യൂസ് ആയിരിക്കും എന്ത് ചെയ്യുക, ഇൻപുട്ടുകളായിട്ട് സ്വീകരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ജനറലി പറയുമ്പോൾ നമ്മൾ ഏത് ടെക്നിക്കാണോ ആഡ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ആയിരിക്കും നമ്മുടെ ഈ ഇൻപുട്ടുകൾ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പിന്നെ പറഞ്ഞ ഇവിടെ സ്റ്റെപ്പ് ടു ബി ഫോളോഡ് ടു ദി എക്സിക്യൂട്ട് ദി ടെസ്റ്റ് കേസ്, അതായത് നമ്മൾ ഒരു ഓട്ടോമാറ്റഡ് ടെസ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതായത് നമ്മൾ ഓട്ടോമാറ്റിക് ടെസ്റ്റിംഗ്, അതായത് നമുക്ക് മാനുവൽ ആയിട്ടും ചെയ്യാം, എന്ത് ചെയ്യാം, ഓട്ടോമാറ്റഡും ചെയ്യാം അല്ലെ. അപ്പം ഓട്ടോമാറ്റഡ് ടെസ്റ്റിംഗ് ആണ് നമ്മൾ ഉപയോഗിച്ചതെങ്കിൽ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഓട്ടോമേഷൻ ടൂൾ ആയിരിക്കും നമ്മൾ സ്വീകരിക്കുന്നുണ്ടാവും. അപ്പം ആ ഒരു ഓട്ടോമേഷൻ ടൂളിന് എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പം ആ ഒരു സോഫ്റ്റ്വെയറിന്, ഈ ഒരു ഓട്ടോമേഷൻ ടൂളിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. നമ്മൾ മാനുവൽ ആയിട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഒരു ഡീറ്റെയിലിംഗ് ടെസ്റ്ററിന് വേണ്ടിയിട്ട്, ടെസ്റ്ററിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ ടെസ്റ്റുകളെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഡാറ്റ സ്റ്റെപ്പായിട്ട് വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. മാനുവൽ ടെസ്റ്റ് ആകുമ്പോൾ ഈ ഒരു ടെസ്റ്റ് നടത്തുന്ന ആളെ സ്കില്ല് ചിലപ്പം വാരി ചെയ്യുന്നുണ്ടാവും അല്ലെ. പല ആൾക്കാർക്കും മാനുവൽ ടെസ്റ്റ് ചെയ്യാൻ പല സ്കില്ലുകളായിരിക്കും അല്ലെ.
അപ്പം ഈ ഒരു ടെസ്റ്റ് നടത്തുന്ന ആൾ ആരാണോ ആളെ കുറിച്ചിട്ട് അയാളെ സ്കില്ല് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പം സ്കില്ല് കുറഞ്ഞ ആളാണെങ്കിൽ എന്ത് ചെയ്യണം, സ്കിൽ അതിനനുസരിച്ചുള്ള ഡീറ്റെയിലിംഗ് വേണം. സ്കിൽ കുറയും മീൻസ് കമ്പാരിറ്റീവ്ലി സ്കില്ല് കുറവാണെങ്കിൽ ഒരു ടെസ്റ്റിംഗ് ടീമിലെ കുറേ ആൾക്കാരിൽ ഓരോരുത്തരും ടെസ്റ്ററെ കമ്പയർ ചെയ്യുമ്പോൾ അവരെ സ്കില്ലുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ പേഴ്സണ് മറ്റു പേഴ്സണായിട്ട് കമ്പയർ ചെയ്തിട്ട് സ്കില്ല് കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ലെവൽ ഓഫ് ഡീറ്റെയിലിംഗ് ഉണ്ടാവണം. ഇപ്പോൾ കുറച്ചുകൂടി സ്കില്ലുള്ള ആളാണെങ്കിൽ അത്രത്തോളം ലെവൽ ഓഫ് ഡീറ്റെയിലിംഗ് വേണ്ട വരില്ല. അപ്പം ഈ ഒരു കാര്യമാണ് സ്റ്റെപ്പ് ടു ബി ഫോളോഡ് ഇൻ ദി എക്സിക്യൂട്ടീവ് ടെസ്റ്റ് കേസ്. പിന്നെ പറഞ്ഞത് എന്തായിരുന്നു, ദ എക്സ്പെക്ടഡ് റിസൾട്ട് ദാറ്റ് ആർ കൺസിഡേർഡ് ടു ബി കറക്റ്റ്. അതുപോലെ എക്സ്പെക്ടഡ് റിസൾട്ടുകൾ അതിന്റെ ഇൻഫർമേഷൻ കൂടെ നമ്മൾ ഈ ഒരു ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷനിൽ വേണം. അതുപോലെ ആക്ച്വൽ റിസൾട്ടും എക്സ്പെക്ടഡ് റിസൾട്ടും തമ്മിലൊരു കമ്പാരിസൺ അല്ലെ, കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആക്ച്വൽ റിസൾട്ട് നമുക്ക് കിട്ടും. അതും നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ടും തമ്മിലൊരു കമ്പാരിസൺ, അത് രണ്ടും മാച്ച് ആവുന്നുണ്ടോ അങ്ങനെയുള്ളൊരു കമ്പാരിസൺ കാര്യത്തിന്റെ ഡീറ്റെയിൽസ് കൂടെ ഈ ഒരു ഇതിൽ ക്ലിയർലി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ ഈ ഒരു ടെസ്റ്റും പുറത്തുള്ള മറ്റു ടെസ്റ്റുകളൊന്നും ബന്ധമുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ ഈ ഒരു ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷനിൽ ക്ലിയർലി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അടുത്തതാണ് മൂന്നാമത്തതാണ് അപ്ഡേറ്റ് ഓഫ് traceability metrics. Update of traceability metrics. The traceability metrics is a tool to validate that every requirement is tested. The traceability metrics is created during the requirement gathering phase itself by filling up the unique identifier for each requirement. When a test case specification is completed, the row corresponding to the requirement which is being tested by the test case is updated with the ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷൻ ഐഡന്റിഫയർ. നമ്മൾ എല്ലാ റിക്വയർമെന്റുകളും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വാലിഡേറ്റ് ചെയ്യുന്ന ഒരു ടൂളാണ് നമ്മളെ ഈ ഒരു ട്രേസബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ട്രേസബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ റിക്വയർമെന്റുകളും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വാലിഡേറ്റ് ചെയ്യുന്ന ഒരു ടൂളാണ്. അപ്പം ഈ ഒരു ട്രേസബിലിറ്റി മെട്രിക്സ് നമ്മുടെ റിക്വയർമെന്റ് ഗാദറിംഗ് ഫേസിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ഈ ഒരു റിക്വയർമെന്റ് ഫേസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡിസൈൻ കോഡിംഗ് ഫേസിലൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ ഈ ഒരു ട്രേസബിലിറ്റി മെട്രിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ട്രേസബിലിറ്റി മെട്രിക്സിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതായത് നമ്മളൊരു ഡിസൈൻ ഫീച്ചറിന് ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിഫയറും അതേപോലെ നമ്മൾ കോഡ് ചെയ്ത് വെക്കുന്ന നമ്മുടെ പ്രോഗ്രാം ഫയലുകൾക്കുള്ള പേരും ഈ ഒരു ട്രേസബിലിറ്റി മെട്രിക്സിൽ ആ സമയത്ത് എൻ്റർ ചെയ്യപ്പെടും. അങ്ങനെയാണ് ഇതിൽ ചേഞ്ചസ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസൈൻ ഫീച്ചറിന് ഒരു യൂണീക്ക് ആയിട്ടുള്ള ഐഡന്റിഫയറും അതുപോലെ നമ്മുടെ ഈ ഒരു കോഡ് ചെയ്ത് വെച്ച പ്രോഗ്രാം ഫയലിന്റെ പേര്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എൻ്റർ ചെയ്യുന്നുണ്ട്, നമ്മൾ ട്രേസബിലിറ്റി മെട്രിക്സ് എൻ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ ബീങ് അപ്ഡേറ്റഡ് ആയിരിക്കും ഈ ഒരു ട്രേസബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ഒരു ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷന്റെ കാര്യം കൂടെ നമ്മൾ ഇതിന്റെ മുമ്പേ പറഞ്ഞിട്ടായിരുന്നു. അപ്പം ആ ഒരു ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ആയാൽ, ആ ഒരു ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷൻ കംപ്ലീറ്റ് ആയാൽ നമ്മുടെ ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷൻ ഐഡന്റിഫയർ ഉപയോഗിച്ചിട്ട് നമ്മുടെ കയ്യിലെ ടെസ്റ്റ് കേസുകൾ വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന റിക്വയർമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രേസബിലിറ്റി മെട്രിക്സിലെ റോയും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എന്നോട് പറയാം, നമ്മുടെ ഈ ഒരു ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷൻ കംപ്ലീറ്റ് ആയാൽ നമ്മുടെ ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷൻ ഈ ഒരു ടെസ്റ്റ് കേസിന് സ്പെസിഫിക്കേഷൻ ഐഡന്റിഫയർ ഉണ്ടാവും. അപ്പം ആ ഒരു ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷൻ ഐഡന്റിഫയർ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷൻ ഐഡന്റിഫയർ ഉപയോഗിച്ചിട്ട് നമ്മുടെ കയ്യിൽ ടെസ്റ്റ് കേസ് ഉണ്ടാവുമല്ലോ, നമ്മുടെ കയ്യിൽ ടെസ്റ്റ് കേസ് വെച്ച് ചെയ്യാൻ പോകുന്ന റിക്വയർമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റിക്വയർമെന്റിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന റിക്വയർമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മളെ ട്രേസബിലിറ്റി മെട്രിക്സിലെ ഒരു റോ അതിനെ അപ്ഡേറ്റ് ചെയ്യും. ഇപ്പം നമ്മുടെ ഈ ഒരു ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്തുപയോഗിച്ചിട്ട്, ഒരു ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷൻ ഐഡന്റിഫയർ ഉപയോഗിച്ചിട്ട്. പിന്നെ അതാണ് നാലാമത്തത്, ഐഡന്റിഫൈങ് ദി പോസിബിൾ കാൻഡിഡേറ്റ് ഫോർ ഓട്ടോമേഷൻ. എന്താണ് അവിടെ പറയുന്നത് നോക്കാം. ബിഫോർ റൈറ്റിംഗ് ദി ടെസ്റ്റ് കേസസ് എ ഡിസിഷൻ ഷുഡ് ബി ടേക്കൺ ആസ് ടു വിച്ച് ടെസ്റ്റ് ആർ ടു ബി ഓട്ടോമേറ്റഡ് ആൻഡ് വിച്ച് ഷുഡ് ബി റൺ മാനുവലി. അതായത് നമ്മളൊരു ടെസ്റ്റ് എഴുതുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഏതൊക്കെ ടെസ്റ്റുകൾ ഓട്ടോമേറ്റ് ചെയ്യണമെന്നും അതുപോലെ നമ്മൾ ഏതൊക്കെ ടെസ്റ്റുകൾ മാനുവലായിട്ട് റൺ ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം ടെസ്റ്റ് കേസ് എഴുതുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ഡിസിഷൻ എടുക്കണം, നമ്മൾ ഏതൊക്കെ ടെസ്റ്റ് കേസുകൾ ഓട്ടോമേറ്റ് ചെയ്യണമെന്നും ഏതൊക്കെ മാനുവലായിട്ട് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ടെസ്റ്റ് കേസ് എഴുതുന്നതിന് മുമ്പേ തന്നെ. അപ്പം ഈ തീരുമാനം എടുക്കുന്നതിന് സ്വാധീനിക്കുന്ന പ്രധാനമായിട്ടുള്ള ഘടകങ്ങളാണ് ഇവിടെ താഴായിട്ട് പറയുന്നത്. സം ഓഫ് ദി ക്രൈറ്റീരിയ, ഈ തീരുമാനം എടുക്കുന്നതിന് സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങൾ. ഒന്നെന്ന് പറയുന്നത് റിപ്പീറ്റേറ്റീവ് നാച്ചർ ഓഫ് ദി ടെസ്റ്റ്.
റിപ്പീറ്റേറ്റീവ് നാച്ചർ ഉണ്ടെങ്കിൽ ഡിസിഷൻ എടുക്കുന്നതിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തത് എഫേർട്ട് ഇൻവോൾവ് ദി ഓട്ടോമേഷൻ. മൂന്നാമത്തത് എമൗണ്ട് ഓഫ് മാനുവൽ ഇന്റർവെൻഷൻ റിക്വയർഡ് ഫോർ ദി ടെസ്റ്റ്, കോസ്റ്റ് ഓഫ് ദി ഓട്ടോമേഷൻ ടൂൾ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മുടെ ഈ ഒരു ഓട്ടോമേഷനെയും മാനുവലിനെയും ചൂസ് ചെയ്യുന്നതിനെ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളതിനെ സ്വാധീനിക്കും. അതായത് ഇപ്പോൾ ഒരു റിപ്പീറ്റേറ്റീവ് നാച്ചുറൽ ഒരു ടെസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് മാനുവൽ ചെയ്യുന്നത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഓട്ടോമേഷനിലേക്ക് പ്രിഫർ ചെയ്യും. ഇനി രണ്ടാമത്തത് ഇഫേർട്ട് ഇൻവോൾവ് ഓട്ടോമേഷൻ. ഓട്ടോമേഷനിൽ ഭയങ്കര എഫേർട്ട് ഉണ്ടെങ്കിൽ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, മാനുവലി ചൂസ് ചെയ്യും. എഫേർട്ട് വളരെ കുറവാണ് എന്ത് ചെയ്യും, ഓട്ടോമേഷൻ തന്നെ ചൂസ് ചെയ്യും. മൂന്നാമതാണ് അമൗണ്ട് ഓഫ് മാനുവൽ ഇന്റർവെൻഷൻ റിക്വയർഡ് ഫോർ ദ ടെസ്റ്റ്. ടെസ്റ്റ് എത്രത്തോളം മാനുവൽ ആയിട്ട് ഇന്റർവെൻഷൻ വേണം, ആൾക്കാരുടെ ഇന്റർവെൻഷൻ ഉണ്ടാവണം എന്നുള്ളത് കാര്യം. ഈ ഒരു കാര്യം കൂടെ ഈ ഒരു ഓട്ടോമേഷൻ വേഴ്സസ് മാനുവൽ ചൂസ് ചെയ്യുന്നതിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ കോസ്റ്റ് ഓഫ് ദി ഓട്ടോമേഷൻ ടൂൾ, അതായത് നമ്മുടെ ഓട്ടോമേഷൻ ടൂളിന്റെ കോസ്റ്റ് എത്രത്തോളം ചെലവുണ്ട്, അതിന് എത്രത്തോളം ചെലവുകൾ വരുന്നുണ്ട്, അത് നമ്മൾ ലീഗലി വാങ്ങിക്കുമ്പോൾ എത്രത്തോളം പൈസ വരുന്നുണ്ട്, മറ്റ് സെറ്റപ്പുകൾ അതിന് വേണ്ടി ചെയ്യണമെങ്കിൽ അതിനും എത്രത്തോളം ചെലവുകളുണ്ട്, ഒരു കോസ്റ്റ് ഉണ്ടാവും. ഓട്ടോമേഷൻ ടൂളിന്റെ കോസ്റ്റ് ഉണ്ടാവും. ആ കോസ്റ്റ് കൂടെ ഇതിനെ സ്വാധീനിക്കും. അതായത് ഇപ്പോൾ ഒരു കോസ്റ്റ് കുറവ്, ഒരു ഓട്ടോമേഷൻ ടൂൾ സാധാരണ എക്സ്പെൻസീവ് ആണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, ഓട്ടോമേഷൻ ടൂളുകൾ എക്സ്പെൻസീവ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു കോസ്റ്റ് വളരെ കുറവാണെങ്കിൽ നമുക്ക് ഓട്ടോമേഷൻ ടൂൾ പ്രിഫർ ചെയ്യാം ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് കേസിന്. ഇതിൽ കോസ്റ്റ് വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് മാനുവൽ പ്രിഫർ ചെയ്യാം. അങ്ങനെ കാര്യം കൂടെ എന്ത് ചെയ്യാൻ സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ ഓട്ടോമേഷൻ അതുപോലെ മാനുവലിനെ ചൂസ് ചെയ്യാൻ, ഇതിൽ ഏത് ചൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന കാര്യത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ഉണ്ടാവുക, ഏത് വേണം എന്നുള്ള തീരുമാനം എടുക്കുന്നുണ്ടാവുക. ഇത്തരം ക്രൈറ്റീരിയകൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും. അഞ്ചാമത്തെ സ്റ്റെപ്പാണ് ഡെവലപ്പിംഗ് ആൻഡ് ബേസ് ലൈനിങ് ഇൻ ദി ടെസ്റ്റ് കേസസ്. അപ്പം ബേസ് ലൈനിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ബേസ് ലൈനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു കമ്പാരിസണ് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ആഡ് ചെയ്യുന്നതിനെ നമ്മൾ ബേസ് ലൈനിങ് എന്ന് പറയാം. ഒരു കാര്യങ്ങൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ആഡ് ചെയ്യാണ്, അതിനെ നമ്മൾ ബേസ് ലൈനിങ് എന്നാണ് പറയുക. അപ്പം ഈ ഒരു സ്റ്റെപ്പിൽ എന്താണ് പറയുന്നത് നോക്കാം. ഡെവലപ്മെന്റ് ഓഫ് ദി ടെസ്റ്റ് കേസസ് എൻറ്റെയിൽസ് ട്രാൻസ്ലേറ്റിംഗ് ദി ടെസ്റ്റ് സ്പെസിഫിക്കേഷൻ ടു എ ഫോം വിച്ച് ദി ടെസ്റ്റ് കേസസ് ക്യാൻ ബി എക്സിക്യൂട്ടഡ്. ടെസ്റ്റ് കേസ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ അർത്ഥമാക്കുന്നത് ഒരു ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഫോമിലേക്ക് നമ്മുടെ സ്പെസിഫിക്കേഷനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക, ഡെവലപ്മെന്റ് ഓഫ് ദി ടെസ്റ്റ് കേസ് അല്ലെങ്കിൽ ടെസ്റ്റ് കേസ് ഡെവലപ്മെന്റ് എന്ന് വിളിക്കാം. ടെസ്റ്റ് കേസ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലേക്ക് നമ്മളെ സ്പെസിഫിക്കേഷനാണ്, നമ്മൾ പറഞ്ഞു സ്പെസിഫിക്കേഷന്റെ ബേസിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ആ സ്പെസിഫിക്കേഷനാ എന്ത് ചെയ്യുക, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ, ടെസ്റ്റ് കേസ് ഡെവലപ്മെന്റ് എന്ന് പറയാം. നമ്മുടെ സ്പെസിഫിക്കേഷനാ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഫോമിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനാ എന്ത് വിളിക്കും, ടെസ്റ്റ് കേസ് ഡെവലപ്മെന്റ് എന്ന് വിളിക്കും. ഡെഫിനിഷൻ ഓർത്ത് വെക്കുക. ഇനി അടുത്തത് എന്താണ്, ഇഫ് എ ടെസ്റ്റ് കേസ് ഇതിനായിട്ട് നമ്മൾ പറഞ്ഞതായിരുന്നു, ഇപ്പം തൊട്ടുമുമ്പേ പറഞ്ഞായിരുന്നു. അതായത് നമ്മളൊരു ടെസ്റ്റ് കേസ് ഓട്ടോമേറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചതെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ ടെസ്റ്റ് കേസ് ഓട്ടോമേഷൻ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്തും അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പ് പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഓട്ടോമേഷൻ വേണോ വേണ്ടിയോ എന്ന് നമ്മൾ തീരുമാനിക്കാം. അപ്പം ഇൻ കേസ് നമ്മൾ ഓട്ടോമേഷൻ ആണ് വേണമെന്ന് തീരുമാനിച്ചതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയാണ് തീരുമാനിച്ചതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ ടെസ്റ്റ് ഓട്ടോമേഷൻ ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മൾ ടെസ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്തു. നമ്മൾ ഏതൊരു പെർട്ടിക്കുലർ ടെസ്റ്റ് ഓട്ടോമേഷൻ ടൂൾ ചൂസ് ചെയ്യും. ആ ഒരു ടെസ്റ്റ് ഓട്ടോമേഷൻ ടൂളിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടോമേഷൻ ലാംഗ്വേജ് ഉണ്ടാവും. ആ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്തു. ഇനി മറിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ മാനുവൽ ടെസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ഓട്ടോമേഷൻ അല്ല ചൂസ് ചെയ്തത്, മാനുവൽ ആണ് ചെയ്യുന്നത് നോക്കുക. അപ്പൊ ഇൻ കേസ് നമ്മൾ മാനുവൽ ടെസ്റ്റിംഗ് ആണ്, ഒരു ടെസ്റ്റ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡീറ്റെയിൽ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞു ഡീറ്റെയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ചെയ്തു അല്ലേ. കാരണം നമ്മൾ കഴിഞ്ഞ തൊട്ട് മുമ്പിൽ ഡിസ്കസ് ചെയ്തിരുന്നു, കാര്യം പറഞ്ഞിരുന്നു. ഇനി ഇത് രണ്ടും കൂടാതെ എന്ത് ഒരു കാര്യം കൂടി അതിവിടെ വരുന്നുണ്ട്. ഇൻ അഡീഷൻ ദ ടെസ്റ്റ് കേസ് ഷുഡ് ആൾസോ ക്യാപ്ചർ ദി documentation for the changes made to the test cases in the original development. എന്തുണ്ടാവണം, നമ്മൾ ടെസ്റ്റ് കേസിലൂടെ വേറെ കാര്യം കൂടെ ഉണ്ടാകണം. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ, അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടെ എന്തിലുണ്ടായിരിക്കണം, നമ്മുടെ ഈ ടെസ്റ്റ് കേസിൽ ഉണ്ടായിരിക്കണം. ഓട്ടോമേഷനും മാനുവലും ഡീറ്റെയിലും സ്ക്രിപ്റ്റിംഗും മാത്രമല്ല, ഇത് കൂടാതെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡീറ്റെയിൽ കൂടെ ഒരു ഡോക്യുമെന്റ് ആയിട്ട് അതിൽ പറഞ്ഞിട്ടിരിക്കണം. ഒരു ചേഞ്ച് ഹിസ്റ്ററി എന്നുള്ള തരത്തിൽ ഒരു ഡോക്യുമെന്റ് ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ചേഞ്ച് ഹിസ്റ്ററി ഡോക്യുമെന്റേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക, ഈ ഒരു ഹിസ്റ്ററിയിൽ പറഞ്ഞിട്ടുണ്ടാവും നോക്കാം. ഒന്നെന്ന് പറയുന്നത് വാട്ട് വാസ് ദി ചേഞ്ച്, എന്ത് ചേഞ്ചസ് ആണ് അതിൽ കൊണ്ടുവന്നത്.
രണ്ടാമത്തത് വൈ ദി ചേഞ്ച് വാസ് നെസസിറ്റേറ്റഡ്, എന്തിനാണ് ചേഞ്ച് ഉണ്ടാക്കിയത്. ഇനി മൂന്നാമത്തത് ഹൂ മേഡ് ചേഞ്ച്, ആരാണ് ഈ ഒരു ചേഞ്ച് ഉണ്ടാക്കിയത്. പിന്നെ വെൻ വാസ് ദി ചേഞ്ച്, എപ്പോഴാണ് ആ ചേഞ്ച് വന്നത്, ഏത് ടൈമിലാണ് ഏത് ഡേറ്റിലാണ് ചേഞ്ച് വന്നത്. അഞ്ചാമത്തത് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹൗ ദി ചേഞ്ചസ് ഹാസ് ബീൻ ഇംപ്ലിമെന്റഡ്, അതായത് എങ്ങനെയാണ് ചേഞ്ച് കൊണ്ടുവന്നിരുന്നത്, ആ ഇംപ്ലിമെന്റേഷൻ ചേഞ്ചിന് ഇംപ്ലിമെന്റേഷൻ എങ്ങനെ നടത്തി എന്നുള്ളൊരു ബ്രീഫായിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ കൂടെ അതിൽ പറയും. ഇനി അതർ ഫയൽസ് അഫക്റ്റഡ് ബൈ ദ ചേഞ്ച്, ആ ചേഞ്ച് കൊണ്ട് വേറെ ഏതെങ്കിലും ഫയലിനെ എഫക്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ കാര്യം കൂടെ ഇതിൽ പറയണം. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ചേഞ്ച് ഹിസ്റ്ററി ഡോക്യുമെന്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതായത് 6ഓളം കാര്യങ്ങൾ. ആറാമത്തെ സ്റ്റെപ്പാണ് എക്സിക്യൂട്ടിംഗ് ടെസ്റ്റ് കേസസ് ആൻഡ് കീപ്പിംഗ് ദി ട്രേസബിലിറ്റി മെട്രിക്സ് കറന്റ്. ആറാമത്തത് എക്സിക്യൂട്ടിംഗ് ടെസ്റ്റ് കേസസ് ആൻഡ് കീപ്പിംഗ് ദി traceability metrics current. The prepared test case have to be executed at the appropriate time during a project. As the test cases are executed during a test cycle, defect repository is updated with the defect from earlier test cycle that are fixed in the current build. നമ്മളൊരു പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ടെസ്റ്റ് കേസുകൾ എന്ത് ചെയ്യണം, നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈമിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അപ്രോപ്രിയേറ്റ് ടൈം എന്ന് പറയുമ്പോൾ എന്താണ് നോക്കാം. നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു സ്മോക്ക് ടെസ്റ്റ് നടത്തുകയാണ്. അപ്പോൾ സ്മോക്ക് ടെസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെസ്റ്റ് കേസുകൾ നമ്മൾ സാധാരണ ഡെയിലി ബേസിസിലൊക്കെ റൺ ചെയ്യേണ്ടത്. സ്മോക്ക് ടെസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ടെസ്റ്റ് കേസ് നമ്മൾ ഡെയിലി ബേസിസിലായിരിക്കും റൺ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ മറിച്ച് നമ്മളൊരു സിസ്റ്റം ടെസ്റ്റ് ആണ് ചെയ്ത് നോക്കുക. ഇതേപോലെ നമ്മളൊരു സിസ്റ്റം ടെസ്റ്റ് ആണ് ചെയ്യുന്നെങ്കിൽ സിസ്റ്റം ടെസ്റ്റിങ്ങിന്റെ ടെസ്റ്റ് കേസുകൾ സിസ്റ്റം ടെസ്റ്റിന്റെ സമയത്ത് തന്നെ ചെയ്യണം. അങ്ങനെ ഓരോ കാര്യത്തിനും ഓരോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈം ഉണ്ട്. ആ ടൈമിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ടെസ്റ്റ് കേസുകൾ എക്സിക്യൂട്ട് ചെയ്യണം. ഇനി നമ്മൾ ഈ ഒരു ടെസ്റ്റ് കേസുകൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിഫക്റ്റ്, നമ്മളൊരു ഡിഫക്റ്റ് റിപ്പോസിറ്ററി ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ, ഒരു ഡിഫക്റ്റ് റെപ്പോസിറ്ററി ഉണ്ടാവും എന്ന് പറഞ്ഞു. ഈ ഒരു ഡിഫക്റ്റ് റെപ്പോസിറ്ററിയിലുള്ള ഡീറ്റെയിൽസ് കൂടെ എന്ത് ചെയ്യേണ്ടി വരാം, ചിലപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഡിഫക്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഡിഫക്റ്റ് റെപ്പോസിറ്ററിയിൽ ഉള്ള ഇൻഫർമേഷനിൽ എന്ത് ചെയ്യേണ്ട ഒരു അപ്ഡേഷൻ വരേണ്ടി വരും. അപ്പൊ എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് അതിൽ വരിക എന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ഡിഫക്ട് ഫ്രം ദി ഏർലിയർ ടെസ്റ്റ് സൈക്കിൾ ദാറ്റ് ആർ ഫിക്സ്ഡ് ഇൻ ദി കറണ്ട് ബിൽഡ്. അതായത് കറണ്ട് ബിൽഡിൽ നമ്മൾ പ്രീവിയസ് ബിൽഡിലുള്ള പ്രീവിയസ് സൈക്കിൾ ടെസ്റ്റ് സൈക്കിൾ കിട്ടിയ ഒരു ഡിഫക്ട് കറണ്ട് ബിൽഡ് ടെസ്റ്റിംഗ് സമയത്ത് ഫിക്സ്ഡ് ആയി. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും, ഫിക്സ് ചെയ്തിട്ടുണ്ട് കാര്യം ഈ ഒരു ഡിഫക്ട് റെപ്പോസിറ്ററിയിലേക്ക് ആഡ് ചെയ്യണം. ഇനി ന്യൂ ഡിഫക്ട് ദാറ്റ് ഗെറ്റ് അൺകവേർഡ് ഇൻ ദി കറണ്ട് റൺ ഓഫ് ദി ടെസ്റ്റ്. ഇപ്പൊ ചെയ്യുന്ന ടെസ്റ്റിൽ എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്, അതിന് അൺകവർ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടെ ഇതിൽ ആഡ് ചെയ്യണം, നമ്മുടെ ടെസ്റ്റ് കേസ് റെപ്പോസിറ്ററിയിൽ ആഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ റെപ്പോസിറ്ററി അപ്ഡേറ്റ് ആവാം. നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് പ്ലാൻ എന്ന് പറയുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്തിരുന്നു കുറച്ച് മുമ്പേ. അപ്പം ആ ഒരു ടോപ്പിക് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ ചിലപ്പോൾ എന്ത് ചെയ്യാം, അവിടെ ഒരു സ്റ്റോപ്പ് എറർ ഒക്കെ വരാം അല്ലെ. ഒരു സ്റ്റോപ്പ് എറർ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സ്റ്റോപ്പ് എറർ എന്താണെന്ന് പറഞ്ഞിരുന്നു അല്ലെ നമ്മൾ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോപ്പ് എറർ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് കേസ് എന്ത് ചെയ്യേണ്ടി വരാം, നമുക്ക് സസ്പെൻഡ് ചെയ്യേണ്ടി വരാം അല്ലെ. സ്റ്റോപ്പ് എറർ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അങ്ങനെയുള്ള എററുകളാണ്. അപ്പം ആ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് കേസ് നമുക്ക് ആ ഒരു സമയത്ത് അങ്ങനെ സ്റ്റോപ്പ് എറർ വന്നാൽ സസ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ സസ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സസ്പെൻഡ് ചെയ്ത കാരണം കാലാകാലം സസ്പെൻഡ് ചെയ്തായിട്ട് ഇടുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം ചിലപ്പം നമുക്ക് പിന്നീട് അതിന് എന്ത് ചെയ്യേണ്ടി വരാം, ഒരു റിസംഷൻ, അതായത് കണ്ടിന്യൂഷൻ പിന്നീട് അത് തുടരേണ്ട ആവശ്യമുണ്ട് അല്ലെ, എന്നാലേ നമ്മളെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം ഈ ഒരു സസ്പെൻഡ് ടെസ്റ്റ് കേസിന് റിസംഷൻ ക്രൈറ്റീരിയ ഉണ്ടാവും. ആ ഒരു റിസംഷൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ നമ്മൾ ഈ ഒരു ടെസ്റ്റ് കേസ് വെയിറ്റ് ചെയ്യും. ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് കേസ് സ്റ്റോപ്പ് എറർ വന്ന് സസ്പെൻഡ് ചെയ്തു. അപ്പം അത് അതിന്റെ കണ്ടിന്യൂഷൻ അത് വീണ്ടും പുനരാരംഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിന്റെ ഒരു റിസംഷൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ അതിന്റെ ബാക്കി കാര്യങ്ങൾ പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ റിസംഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യം, ആ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് കേസ് സസ്പെൻഡ് ചെയ്ത പെർട്ടിക്കുലർ ടെസ്റ്റ് കേസ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ തന്നെ നമ്മുടെ ഇവയ്ക്കൊരു എൻട്രി ക്രൈറ്റീരിയ കൂടെ ഉണ്ടാവും. ആ ഒരു എൻട്രി ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു ടെസ്റ്റ് കേസ് നമ്മൾ റൺ ചെയ്യുന്നത് ഉണ്ടാവുള്ളൂ. ഒരു ടെസ്റ്റ് കേസിന് ഒരു എൻട്രി ക്രൈറ്റീരിയ ഇതുപോലെ ഉണ്ട്. ആ എൻട്രി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യും മാത്രമേ ആ ടെസ്റ്റ് കേസ് റൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളെ
ഈ ഒരു ഹെഡിങ് എന്നാണ് എക്സിക്യൂട്ടിംഗ് ദ ടെസ്റ്റ് കേസ് ആൻഡ് കീപ്പിംഗ് ദി ട്രേസബിലിറ്റി മെട്രിക്സ് കറണ്ട്. അതായത് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ഡിസൈൻ എക്സിക്യൂഷൻ ഫേസിലൊക്കെ നമ്മൾ നമ്മുടെ ഈ ഒരു ട്രേസബിലിറ്റി മെട്രിക്സ് നമ്മളെ കറണ്ടായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് അത് അപ് ടു ഡേറ്റ് ആയിരിക്കണം ട്രേസബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു നമ്മളൊരു ടെസ്റ്റ് കേസിന്റെ ഡിസൈനും അതുപോലെ എക്സിക്യൂഷനും നമ്മുടെ വിജയകരമായാലും സക്സസ്ഫുൾ ആയാലും നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ട്രേസബിലിറ്റി മെട്രിക്സ് അപ്ഡേറ്റ് ചെയ്യണം. ഈ ഒരു ടെസ്റ്റ് കേസിന്റെ ഡിസൈനും അതിന്റെ എക്സിക്യൂഷനും ഒക്കെ സക്സസ് ആയി കഴിഞ്ഞാൽ, വിജയകരമായാലും നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ട്രേസബിലിറ്റി മെട്രിക്സ് അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ട്രേസബിലിറ്റി മെട്രിക്സ് കറണ്ട് ആയിട്ട് കീപ്പ് ചെയ്യുന്നു. ഏഴാമത്തേതാണ് കളക്ടിങ് ആൻഡ് അനലൈസിങ് ദി മെട്രിക്സ്. When tests are executed, information about test execution gets collected in the log and other files. The basic measurement for running the test cases are then converted to meaningful metrics by using an appropriate transformation and formula. ഇപ്പൊ ടെസ്റ്റ് ഒക്കെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് എക്സിക്യൂഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഒരു ടെസ്റ്റ് ലോഗ് ഫയലിലും അതേപോലെ നമ്മൾ അതുപോലുള്ള മറ്റു ചില ഫയലിലും എന്ത് ചെയ്യും, നമ്മൾ കളക്ട് ചെയ്ത് വെക്കും. അതായത് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മൾ ടെസ്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇൻഫർമേഷൻ, ആ എക്സിക്യൂഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒരു ലോഗ് ഫയലിൽ സാധ്യത സ്റ്റോർ ചെയ്യാം. ലോഗും അതുപോലെയുള്ള മറ്റു ഫയലിലും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കും, അതിനെ കളക്ട് ചെയ്ത് വെക്കും അതിലേക്ക്. അപ്പൊ അത് നോക്കി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അല്ലെ എക്സിക്യൂഷനുള്ള കാര്യം. നമ്മൾ സിസ്റ്റത്തിലൊക്കെ സാധാരണ ലോഗ് ഫയലൊക്കെ ജനറേറ്റ് ചെയ്യാറുണ്ട് അല്ലേ, നമ്മൾ ഓൺ ആക്കുമ്പോഴും ഒരു ലോഗ് ഫയലൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പൊ ലോഗ് ഫയൽ ചെക്ക് ചെയ്താൽ പോലും നമുക്ക് എന്ത് കാര്യങ്ങൾ അതിന്റെ എക്സിക്യൂഷൻ സമയത്ത് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൽ മനസ്സിലാക്കാൻ നമ്മൾ സാധാരണ ചെയ്യാറ്. അതുപോലെ ഇവിടെയും ഒരു ലോഗ് ഫയൽ, ആ ലോഗ് ഫയലിലേക്ക് എന്ത് ചെയ്യും, ഈ ഒരു കാര്യങ്ങൾ കളക്ട് ചെയ്ത് വെക്കും. അപ്പോൾ ടെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എക്സിക്യൂഷൻ ഡീറ്റെയിൽസ്, അതിന്റെ ഇൻഫർമേഷൻസ് ഇതിലേക്ക് ഇത്തരം ഫയലുകളിലേക്ക് കളക്ട് ചെയ്ത് വയ്ക്കും. പിന്നെ എട്ടാമത്തെ സ്റ്റെപ്പാണ് പ്രിപ്പയറിംഗ് ദി സമ്മറി റിപ്പോർട്ട്. At the completion of the test cycle, a test summary report is produced. This report gives insight to the senior management about the fitness of the product for release. നമ്മുടെ ടെസ്റ്റ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നതുകൂടി ഒരു ടെസ്റ്റ് സമ്മറി റിപ്പോർട്ട് കൂടി അവർ തയ്യാറാക്കുന്നു. നമ്മുടെ ഈ ഒരു ടെസ്റ്റ് സൈക്കിൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടെസ്റ്റ് സമ്മറി റിപ്പോർട്ട് അവിടെ തയ്യാറാക്കുന്നുണ്ടാവും. ഈ ടെസ്റ്റ് സമ്മറി റിപ്പോർട്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ സീനിയർ മാനേജ്മെന്റ് ടീമിന് എന്ത് ചെയ്യാം, ഒരു പ്രൊഡക്റ്റ് റിലീസ് ചെയ്യണോ വേണ്ടിയോ, അതായത് പ്രൊഡക്റ്റ് റിലീസ് ചെയ്യണോ വേണ്ടിയോ എന്ന് തീരുമാനം എടുക്കുക എന്ന് വെച്ചാൽ അതായത് അതിന്റെ ഫിറ്റ്നസ് നമ്മുടെ പ്രൊഡക്റ്റിന് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അപ്പൊ അങ്ങനെ ഒരു ഫിറ്റ്നസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ആ ഫിറ്റ്നസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഉപകരിക്കുന്ന ഒരു സാധനമാണ് ഈ ടെസ്റ്റ് സമ്മറി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ടെസ്റ്റ് സമ്മറി റിപ്പോർട്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഈ ഒരു സീനിയർ മാനേജ്മെന്റിന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രൊഡക്റ്റിന് റിലീസിന് വേണ്ട തരത്തിലുള്ള ഒരു ഫിറ്റ്നസ് ഉണ്ടോ എന്ന് ഇപ്പൊ ടെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റിന് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ പറ്റും. ഒമ്പതാമത്തെ റിക്കമെൻഡിങ് പ്രൊഡക്റ്റ് റിലീസിന് ക്രൈറ്റീരിയ, നമ്മുടെ ഈ ഒരു ഡിഫക്റ്റുകൾ കണ്ടെത്തുക എന്ന ഉദ്ദേശം കൂടാതെ നമ്മളെ ടെസ്റ്റിംഗ് കൊണ്ടുള്ള മറ്റൊരു പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ പ്രൊഡക്റ്റ് റിലീസ് ഫിറ്റ്നസിനെ തീരുമാനിക്കലാണ്. ഡിഫക്റ്റുകൾ കണ്ടെത്തുക മാത്രമല്ല നമ്മുടെ ഈ ഒരു ടെസ്റ്റിംഗ് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്, അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്, അതുകൂടാതെ ഒരു ചെറിയൊരു ഉദ്ദേശം കൂടി വേറെ ഉണ്ട്. ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, നമ്മളിപ്പോൾ പറഞ്ഞ ഈ പ്രൊഡക്റ്റ് റിലീസ് ഫിറ്റ്നസ് തീരുമാനിക്കലാണ്. നമ്മുടെ ടെസ്റ്റിംഗ് ടീമിന്റെ ജോബ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അപ്പോൾ നമ്മുടെ സീനിയർ മാനേജ്മെന്റിനും നമ്മളെ പ്രൊഡക്റ്റ് റിലീസ് ടീം ഉണ്ടെങ്കിൽ അവർക്കും ആ ഈ ഒരു പ്രൊഡക്റ്റിലുള്ള ഇത്രയും കാര്യങ്ങൾ, അതായത് വാട്ട് ദി ഡിഫക്റ്റ് പ്രൊഡക്റ്റിന് എന്തൊക്കെ ഡിഫക്റ്റുകൾ ഉണ്ട്, അതുപോലെ വാട്ട് ഈസ് ദി ഇമ്പാക്ട് ഓർ സർവീസ് ഓഫ് ദി ഈച്ച് ഡിഫക്റ്റ്, വാട്ട് വുഡ് ബി ദി റിസ്ക് ഓഫ് റിലീസിംഗ് ദി പ്രൊഡക്റ്റ് വിത്ത് എക്സിസ്റ്റിംഗ് ഡിഫക്റ്റ്. അപ്പോൾ ഇതിന്റെ ഒക്കെ ഇക്കാര്യങ്ങളൊക്കെ ബേസിലായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ സീനിയർ മാനേജറിന് എന്ത് തീരുമാനം എടുക്കാൻ പറ്റുക, ഈ ഒരു വേർഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൈ കിട്ടിയ ഒരു പ്രൊഡക്റ്റ് വേർഷൻ റിലീസ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളൊരു മീനിങ് ആയുള്ള ബിസിനസ് ഡിസിഷനിലേക്ക് എത്താൻ പറ്റുക. അപ്പം ഇത്രയും ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ്, അതായത് വാട്ട് ദി ഡിഫക്റ്റ് ദി പ്രൊഡക്റ്റ് ഹാസ്, വാട്ട് ഈസ് ദി ഇമ്പാക്ട് ഓഫ് ഈച്ച് ഓഫ് ദി ഡിഫക്റ്റ്, വാട്ട് വുഡ് ബി ദ റിസ്ക് ഓഫ് റിലീസിംഗ് ദി പ്രൊഡക്റ്റ് വിത്ത് എക്സിസ്റ്റിംഗ് ഡിഫക്റ്റ്. ഇതൊക്കെ മനസ്സിലാക്കി ഇത്രയും ക്രൈറ്റീരിയ, ഇത്രയും കാര്യങ്ങൾ ഘടകങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യണോ വേണ്ടിയോ തീരുമാനിക്കുക, പ്രൊഡക്റ്റ് റിലീസ് ചെയ്യണോ വേണ്ടിയോ തീരുമാനിക്കുക. അതിന്റെ ക്രൈറ്റീരിയകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിന്റെയൊക്കെ ബേസിൽ റിലീസ് ചെയ്യണോ വേണ്ടിയോ എന്നൊക്കെ നമ്മൾ തീരുമാനത്തിലേക്ക് എത്തും. ആ ഒരു കാര്യം ഡീറ്റെയിലിംഗ് ഒക്കെ നമുക്ക് ടെസ്റ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് പറയും. അപ്പം അവിടെയാണ് ആക്ച്വലി റിലീസ് നടത്തുന്നത്, എന്ത് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്, റിലീസ് റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ പറഞ്ഞത് എന്താണ്, പ്രൊഡക്റ്റ് റിലീസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ മാത്രമാണ് പറഞ്ഞത്. ഈ ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് വേണോ വേണ്ടിയോ എന്ന തീരുമാനത്തിലേക്ക് എത്തുള്ളൂ. എല്ലാ ഡിഫക്റ്റുകളൊന്നും നമുക്ക് ഫിക്സ് ചെയ്ത് കംപ്ലീറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല സാധാരണ. അപ്പം ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നെഗ്ലക്ട് ചെയ്ത് ഒഴിവാക്കി കളയും, അതിനൊന്നും മൈൻഡ് ചെയ്യാതെ ഇടും.
അങ്ങനെയാണ് സാധാരണ ഓർഗനൈസേഷനിൽ ചെയ്യാറ്. ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ടെസ്റ്റ് റിപ്പോർട്ടിംഗ് എന്നുള്ള ഏരിയയിൽ പറയാം.